ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റൈനീസ് വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹിജാബ് ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കറൻറ്റ് ഹിജാബ് സ്റ്റൈലാണ് ഇപ്പം കുറച്ചായിട്ട് ഞാൻ ചെയ്യുന്നൊരു സ്റ്റൈല് ഹിജാബാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഞാൻ കോണൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കോണെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പം പെർഫെക്റ്റ് ആയിട്ട് കോണായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഉള്ളിൽ തുണി വെച്ചിട്ടാണ് അങ്ങനെ നല്ല കട്ടിയിലായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. അപ്പം ജസ്റ്റ് അതൊന്ന് സെറ്റാക്കിയിട്ട് പിൻ ചെയ്യാം കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ അതേപോലെ വലത് ഭാഗത്ത് കൂടുതൽ തട്ടത്തിൻ്റെ ഭാഗം, അതേപോലെ ഇടത് ഭാഗത്ത് കുറച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം കണ്ടില്ലേ, കുറച്ചാണ് വലത് ഭാഗത്ത് എടുത്തിട്ടുള്ളത്, ഇടത് ഭാഗത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നോർമലി നമ്മൾ ജസ്റ്റ് ഷോൾ റോൾ ചെയ്യുന്ന മാതിരി തന്നെ തട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഒരു ലെയറായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ജസ്റ്റ് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കേ. ജസ്റ്റ് ഒന്ന് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വലിച്ച് നന്നായിട്ടൊന്ന് അവിടെ പിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതേ ഷോളിൻ്റെ അകത്തുകൂടി ഒരൊറ്റ ലെയർ ഫ്രണ്ടിലേക്കായിട്ട് വരുന്ന രീതിയിൽ കുറച്ച് പൊന്തി നിൽക്കുന്ന ഒരു സ്റ്റൈലില്ലേ, ആ ഒരു സ്റ്റൈലിലേക്ക് കുറച്ചൊന്ന് ലെയറായിട്ടൊന്ന് മുകളിലേക്കൊന്ന് ഉയർത്തി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് ഹിജാബ് നമുക്ക് കുത്തിയെടുക്കാം കേട്ടോ. 2 മിനിറ്റൊന്നും വേണമെന്നില്ലത്. എയിമായവർക്ക് പെട്ടെന്ന് തന്നെ കഴിയും. പെട്ടെന്നൊക്കെ പോകാനും പർദ്ദക്കൊക്കെ മാച്ചായിട്ട് ഉള്ളൊരു ഹിജാബ് സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ. പിന്നെ ഫ്രണ്ട് കവറേജ് ഒക്കെ വരുന്നത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. പിന്നെ ഇങ്ങനെ തന്നെ ഇടുന്നെങ്കിൽ ഇങ്ങനെ ഇടുക, അല്ലെങ്കിൽ ഫ്രണ്ട് കവർ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഈ ഒരു സ്റ്റൈലാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ബാക്കി വരുന്ന പോർഷൻ നമുക്ക് ഈ ഷോളിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഷോൾ ഇങ്ങോട്ട് കിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. നല്ല അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്തെങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്താൽ തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് ഫസ്റ്റ് സ്റ്റൈൽ. നമുക്ക് ഫ്രണ്ട് കവറേജ് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് ഈ സ്റ്റൈലിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അതും ഞാൻ ഷെയർ ചെയ്യാം. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ഞാൻ കറൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹിജാബ് സ്റ്റൈൽ. പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന നല്ലൊരു സ്റ്റൈലിഷായ ഹിജാബ് സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതിന് ഫുൾ കവറേജ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ബേക്കൊക്കെ അത്യാവശ്യം ബോറായിട്ടൊന്നുമില്ല, എന്നാലും ബേക്കിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈലാണ്. ഇനി കവറേജ് വരുന്ന ഫുൾ കവറേജ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളോട്ടിട്ട ഭാഗമില്ലേ, ബാക്കി വരുന്ന പോർഷന് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വിരിച്ച് ജസ്റ്റ് അവിടെ പിന്നു ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് അതിന് കോണുമാതിരി ആണെന്നുണ്ടെങ്കിൽ കോണുമാതിരി വെച്ചിട്ട് ജസ്റ്റ് അവിടെ പിൻ ചെയ്താൽ മതി. എങ്ങനെ ആയാലും അവിടെ ഫുൾ കവറേജ് ആയിട്ട് ആ ഒരു ബാക്കി പോർഷൻ അവിടെ എങ്ങനെ ആയാലും വരും കേട്ടോ. അപ്പോൾ ഫുൾ കവർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹിജാബ് സ്റ്റൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി പർദ്ദൻ്റെ കൂടെ ഡ്രസ്സിൻ്റെ കൂടെ സ്കേർട്ടും ടോപ്പിൻ്റെ ഒക്കെ കൂടെ ആണ് കേട്ടോ മറ്റൊരു മോഡൽ, ഫുൾ കവറേജ് അല്ലാത്തൊരു മോഡൽ ആപ്റ്റായിട്ട് വരുന്നത്. അപ്പം ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഫുൾ കവറേജ് ആയിട്ടും അതേപോലെ തന്നെ നോർമലായിട്ടും ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് എളുപ്പത്തിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിജാബ് ട്യൂട്ടോറിയലാണ്. എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.